ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ് അടപ്രഥമൻ. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് നമ്മൾ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം ഉണ്ടാക്കുകയാണ്, അടപ്രഥമൻ. അതിനുവേണ്ടി 200 ഗ്രാം അരിയട ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. ഈ അട ഒരു 20 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇത് ഊറ്റിയെടുത്ത അടയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നത് ഈ അട തമ്മിൽ ഒട്ടാതിരിക്കാൻ, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളം ഒഴിച്ചതൊന്ന് കഴുകിയെടുക്കും. ഇനി ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കരയും കൂടെ ഒന്ന് പാനിയാക്കി എടുക്കാമേ. ഒരു 300 ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കരയൊന്ന് ഉരുകി വരട്ടെ. ശർക്കരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഉരുളി അടുപ്പി വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ അട ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ അടയുടെ വെള്ളം നനവൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇത് കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അട തമ്മിലങ്ങ് ഒട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 100 ഗ്രാം ചവ്വരി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഒരു അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് വേവിച്ച് ചേർക്കുകയുള്ളൂ സാധാരണ. ഇപ്പോൾ കുതിർത്തതായതുകൊണ്ട് ഇങ്ങനെ ഇടാം, കുഴപ്പമില്ല, ഇത് പെട്ടെന്ന് വേവും. ഇതും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചവ്വരിയും കൂടെ ഇതിൽ കിടന്നൊന്ന് വേവട്ടെ. ഇനി നമുക്ക് തേങ്ങ പിഴിഞ്ഞതിൻ്റെ 2ാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 തേങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പാലാണ് എടുത്തത്. ഇത് നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇതൊന്ന് കുറുകി വന്നതിന് ശേഷം ഇനി നമുക്ക് അടുത്ത പാലൊഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു പ്രഥമനായത്. കാരണം തേങ്ങ പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ജോലി കഴിഞ്ഞു എന്ന് പറയാം. ഇതൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ലൂസായിട്ടിരുന്നില്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതങ്ങ് കട്ടിയാവും. പിന്നെ നമ്മൾ ഒന്നേന്ന് പാലൊക്കെ ഒഴിച്ച് അത് ലൂസാക്കി എടുത്താൽ മാത്രമേ നമുക്ക് കഴിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത്
ഇനി നമുക്ക് കുറച്ച് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓണം സ്പെഷ്യൽ അടപ്രഥമൻ.